പുതിയതായിട്ട് ഇന്ത്യ രാജ്യത്ത് വന്ന ഒരു സാങ്കല്പിക രാഷ്ട്രീയ പാർട്ടിയാണ് ഇന്ത്യയുടെ എല്ലാ സ്റ്റേറ്റിലും എല്ലാ ജില്ലയിലും എല്ലാ പഞ്ചായത്തിലുള്ള ചർച്ചാ വിഷയം. എന്താണ്? കോക്രോച്ചിയാണ് അല്ലേ? CJP, കോക്രോച്ച് ജനതാ പാർട്ടി. എന്താണ് കാരണം? ഈ കഴിഞ്ഞ മെയ് 15 ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു പരാമർശം നടത്തിയതാണ്. There are youths who are like cockroaches. അല്ലേ? ഇവിടെ കുറച്ച് ചെറുപ്പക്കാരുണ്ട്, അവർ പാറ്റകളെ പോലെയാണ്. നമ്മളെ നാട്ടിൽ കൂറ എന്ന് പറയും കോക്രോച്ചിക്ക് അല്ലേ? കൂറകളെ പോലെയാണ്. ആ പരാമർശം ഈ വെറുതെ ഇരിക്കുന്നത്, ഒരു പണിയില്ലാത്തവർ, രാജ്യത്തിൻ്റെ എല്ലാ പുരോഗതിക്കും തടസ്സമാകുന്നവർ എന്ന അർത്ഥത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ പരാമർശം നടത്തിയപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അഭിജിത്ത് എന്ന് പറയുന്ന പൂനെ സ്വദേശിയായ ഇപ്പം അമേരിക്കയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 30 വയസ്സുകാരൻ്റെ ചിന്തയിൽ പിറ്റേ ദിവസം മെയ് 16 ഉദയം ചെയ്ത ഒരാശയം ആകെ ഒരാഴ്ചയായിട്ടുള്ളൂ അല്ലേ? അതാണ് ഇപ്പോൾ CJP, കോക്രോച്ച് ജനതാ പാർട്ടി. ഒരു സാങ്കല്പിക രാഷ്ട്രീയ പാർട്ടിയാണ്. പക്ഷെ ഞാൻ ആലോചിക്കുകയാണ്, 12 വർഷം കൊണ്ട് രാജ്യം ഭരിക്കുന്ന BJP, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയെടുത്ത ഇൻസ്റ്റഗ്രാമിലെ ഫോളോവേഴ്സിൻ്റെ ഇരട്ടിയിലേക്ക് 4 ദിവസം കൊണ്ട് CJP എന്ന് പറയുന്ന ഈ നമ്മുടെ അഭിജിത്ത് എന്ന് പറയുന്ന ഒരു 30കാരൻ്റെ തലയിൽ ഉദയം ചെയ്ത സാങ്കല്പിക രാഷ്ട്രീയ പാർട്ടിയുടെ ഫോളോവേഴ്സ് എത്തി എന്നുള്ളത്, എവിടെയാണ് ഇന്ത്യയുടെ യൂത്ത് നിൽക്കുന്നത് എന്നതിൻ്റെ ഒരു രേഖാചിത്രമാണ്. ഇതിനങ്ങനെ നമ്മൾ നെവറാക്കി വിടാൻ പറ്റൂല. ഇവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താൽ കാര്യങ്ങളൊക്കെ അപകടത്തിലേക്കാണ് പോവുക. ജെൻസിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് അവരെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുമോ? അവരെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്താ TVക്ക് ഒരൊറ്റ ഒരു പ്രവചന വിഭാഗമാണ്, മാധ്യമ വിങ്ങാണ്. തമിഴ്നാട്ടിൽ തമിഴ് വെട്രിക്കഴകം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അധികാരത്തിൽ എത്തുക എന്ന് നേരത്തെ തന്നെ അവരുടെ പ്രവചനങ്ങൾ നടത്തിയിട്ട് കട്ടൻട്രി ആയിട്ട് പ്രഖ്യാപിച്ചത്. വേറെ ആരും പ്രവചിച്ചിട്ടില്ല. അവർ കൃത്യമായിട്ട് അത് പറയുകയുണ്ടായി. അപ്പോൾ എന്താണ്? യൂത്താണ് അതിൻ്റെ കാരണം. യൂത്താണ് കാരണം, ജെൻസിയാണ് കാരണം. അവർക്ക് ഭയങ്കര ചിന്താശേഷിയുണ്ട്, അവർ മാറ്റങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട്. വർഗീയത എന്ന് പറയുന്ന ഈ പഴകിപ്പൊളിച്ച പ്രൊപ്പഗണ്ടയോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ജനവിഭാഗം നമുക്കിടയിൽ വളർന്നു വരികയാണ്. മതം പറഞ്ഞിട്ട് ആളെ പിടിക്കുന്നതിനോട് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു ജനത ഇപ്പോൾ വളർന്നു വരികയാണ്. അവർക്ക് പ്രോഗ്രസീവായി ക്രിയേറ്റീവായിട്ട് വളരണം, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടണം. ഇപ്പം ഞാൻ പറയട്ടെ, ഈ CJP എന്ന് പറയുന്ന സാങ്കല്പിക രാഷ്ട്രീയ പാർട്ടി ഇന്നലെ സന്ധ്യാനേരത്ത് എത്രയാണ് അതിൻ്റെ ഫോളോവേഴ്സ്? 2 കോടിയിലേക്ക് അടുക്കുകയാണ്. അതിനെ ഫോളോ ചെയ്യുന്ന ജനത, അതിൽ 90% യുവാക്കളാണ് അല്ലേ? അവരുടെ മാനിഫെസ്റ്റോ നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. അവരുടെ മാനിഫെസ്റ്റോയിൽ അവർ ആദ്യം പറയുന്നത് നോ പോസ്റ്റ് റിട്ടയർമെൻറ്റ് റിവാർഡ്സ് ഫോർ ജഡ്ജസ്. ഞങ്ങളെങ്ങാനും രാഷ്ട്രീയത്തിൽ വന്നാൽ ഞങ്ങൾ ആദ്യം ഇവിടെ നടപ്പാക്കാൻ പോകുന്ന അജണ്ട, ഇന്ത്യയുടെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലൊക്കെ ഇരിക്കുന്ന ജഡ്ജിമാർക്ക് അവർ വിരമിച്ച ശേഷം പോസ്റ്റ് റിട്ടയർമെൻറ്റ് റിവാർഡ് ഒരിക്കലും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഇന്ത്യയുടെ ഭരണത്തിലേക്ക് വന്നാൽ വിരമിച്ച കോടതിയിലെ ജഡ്ജിമാരെ പിന്നെ ഞങ്ങൾ രാജ്യസഭ MP ആക്കൂല, പിന്നെ ഞങ്ങൾ ഗവർണർമാരാക്കൂല, പിന്നെ ഞങ്ങൾ അംബാസഡർമാരാക്കൂല, അല്ലെങ്കിൽ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ കൊണ്ടുപോയി ഇരുത്തൂല. ആ നിലപാടിനെ ഞങ്ങൾ തിരുത്തും. ശരിയല്ലേ ഇത്? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇന്നിപ്പോൾ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിധി പ്രസ്താവത്തിൻ്റെ കസേരയിൽ ഇരുന്നിട്ട് ഇന്നത്തെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ആളുകളെ പ്രീതിപ്പെടുത്തുന്ന വിധി പ്രസ്താവന ഞാൻ നടത്തിയാൽ എൻ്റെ പ്രസ്താവന ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ അധികാരികൾ നോട്ട് ചെയ്യും. അപ്പോൾ എൻ്റെ വിരമിക്കൽ പ്രായം കഴിഞ്ഞാൽ ഞാൻ റിട്ടയർമെൻറ്റിലേക്ക് പോയാൽ എനിക്ക് കാതലായ ഒരു താക്കോൽ സ്ഥാനം കിട്ടും എന്നൊരു പ്രതീക്ഷയുടെ പുറത്ത് രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന എത്ര പ്രസ്താവനകൾ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന്, ആ കസേരകളിൽ നിന്നുണ്ടായി. എന്താ ഇതിൻ്റെ കാരണം? ആ കസേരയുടെ പവർ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സത്യപ്രതിജ്ഞ തമിഴ്നാട്ടിൽ നടന്നു, കേരളത്തിൽ നടന്നു. അപ്പോൾ എല്ലാവർക്കും സത്യപ്രതിജ്ഞ ചെയ്ത് കൊടുത്തപ്പോൾ ആ ഗവർണർക്ക് മാത്രം ഒരുക്കിയ കസേരയുടെ പ്രത്യേകത, അതൊരു പവറാണ്, അതൊരു പൊസിഷനാണ് അല്ലേ? അതാര് കൊടുക്കുന്നതാണ്? ആ കസേരയിലിട്ട വിരിപ്പ് മാത്രമല്ല, ആ കസേരയുടെ രൂപം മാത്രമല്ല, അതൊരു ഫർണിച്ചർ, ഒരു കാർപ്പൻ്റർ ഉണ്ടാക്കിയ ഒരു ഫർണിച്ചർ പ്രൊഡക്റ്റ് എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല, അതൊരു വ്യതിരിക്തതയാണ്, അതൊരു സ്ഥാനമാണ് അല്ലേ? അപ്പം ഇങ്ങനെയുള്ള കുഞ്ചിക സ്ഥാനങ്ങളെ നിലവിൽ അധികാര പദവിയിൽ ഇരിക്കുന്ന ജഡ്ജിമാർ
സ്വപ്നം കാണുകയും അതിനനുസരിച്ചിട്ടുള്ള തരതമ ഭേദത്തോടു കൂടെയുള്ള വിധി പ്രസ്താവങ്ങൾ നടത്തുകയും ചെയ്താൽ കോടതിയിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടമാകുമെന്ന് ഈ കോക്രോച്ച് ജനതാ പാർട്ടി ലോകത്തോട് ഉദ്ഘോഷിക്കുക. അവരുടെ മാനിഫെസ്റ്റോ ആണത്. രണ്ടാമത് അവർ പറയുന്നൊരു കാര്യം, പ്രൊട്ടക്റ്റ് എവറി വോട്ട്, എല്ലാ വോട്ടും ഓരോ പൗരൻ്റെയും അവകാശവും അധികാരമാണ്, അത് പ്രൊട്ടക്റ്റ് ചെയ്യണം. ഇപ്പം ബംഗാളിൽ എന്താ ഉണ്ടായത് ഞാൻ ചോദിക്കട്ടെ, അല്ലേ? ബംഗാളിൽ എന്താ ഉണ്ടായത്? ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഈ തൃണമൂൽ എന്ന് പറയുന്ന വലിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ചരിത്രത്തിൻ്റെ ഭാഗമേ അല്ലാതാവാൻ എങ്ങനെ അത് പെട്ടെന്നൊരു ഒരു ഒരു മലവെള്ളപ്പാച്ചിലിൽ ഒലിച്ചു പോയതുണ്ടായത്? അവിടെ ISR കൃത്യമായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. ISRലൂടെ അവിടെ പിന്നെ നഷ്ടപ്പെട്ട വോട്ടുകളെ പറ്റി നമ്മളൊന്ന് കൃത്യമായിട്ട് പഠിച്ചു നോക്ക്. അതുകൊണ്ട് ഇവരുടെ അടുത്ത മാനിഫെസ്റ്റോ എന്താ അറിയോ? രാജ്യത്ത് വോട്ടവകാശമുള്ളവൻ്റെ വോട്ട് നമുക്ക് എതിരായവനാണ് എന്ന് കണ്ടാൽ അവൻ വോട്ടർ ലിസ്റ്റിൽ നിന്ന് അവൻ്റെ പേര് വെട്ടിമാറ്റുന്ന പ്രക്രിയ രാജ്യത്ത് അവസാനിപ്പിക്കണം. പിന്നെ അവർ പറയുന്ന അടുത്ത മാനിഫെസ്റ്റോ എന്താ അറിയോ? 20 years ban on political defection. വളരെ ശ്രദ്ധേയം അല്ലേ? ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എന്തോ ഒന്ന് സ്വപ്നം കണ്ടിട്ട് വെള്ളിത്തളികയിൽ തൻ്റെ നീര നീട്ടപ്പെടുന്ന MLA സ്ഥാനമോ കേന്ദ്രമന്ത്രി സ്ഥാനമോ മറ്റെന്തെങ്കിലും പൊസിഷനുകളോ സ്വപ്നം കണ്ടിട്ട് ഒരാൾ പെട്ടെന്ന് താൻ ഇപ്പം നിലകൊള്ളുന്ന നിലവിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിന്ന് രാജിവെച്ചിട്ട് കുതിര കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് അടുത്ത പാർട്ടിയിലേക്ക് കളം മാറാം. ഇപ്പോൾ രാജ്യത്ത് BJP ഭരണം തുടങ്ങിയ 12ാമത്തെ വർഷമാണ് അല്ലേ? 3ാമത്തെ ടേമിൻ്റെ 2ാം വർഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. 12ാമത്തെ വർഷമാണ്. ഈ 12 വർഷത്തിൻ്റെ ഇടയിൽ രാജ്യത്തെ വളരെ ശ്രദ്ധിക്കപ്പെട്ട നമ്മളൊക്കെ നിലപാടുകൾ ഉണ്ടായിരുന്നവർ എന്നറിയാതെ പാവങ്ങളായി വിശ്വസിച്ചു പോയ എത്ര വലിയ വലിയ ഭരണ തമ്പ്രാക്കന്മാർ കളം മാറി ചവിട്ടി. എന്തിൻ്റെ പേരിലായിരുന്നു? അപ്പം ഇങ്ങനെ ഒരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പാർട്ടി മാറുകയാണെങ്കിൽ അയാൾക്ക് 20 വർഷം പിന്നെ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ബാൻ, അയാൾ എന്ത് ചെയ്യണം? ഉപരോധിക്കണം എന്നൊരു നിയമം ഇവർ കൊണ്ടുവരികയാണ്. അതുകൊണ്ട് ജൻസി ഇത് ഏറ്റെടുത്തു. ഞാൻ പറയാണ്, ഇത് സാങ്കല്പികമാണെങ്കിലും നാളത്തെ ഏതോ ഒരു യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. കാരണം മഹുവ മൊയ്ത്ര, ശശി തരൂർ അടക്കമുള്ള ആളുകൾ, അഖിലേഷ് യാദവ് അടക്കമുള്ള ആളുകളാണ് ഇതിൻ്റെ ഫോളോവേഴ്സായി മാറിയത്, ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുത്തത്. അതും സാങ്കല്പികമാണ്. പക്ഷെ ഞാൻ പറയാം, ഇത് ഒരു ജനതയിലേക്കുള്ള തിരിച്ചു വെപ്പാണ്. പുത്തനത്താണിയുടെ സ്വന്തം കനകമകൽ ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ്. കനക ഗോൾഡൻ ഡയമണ്ട്സ്, പുത്തനത്താണി. മാറുന്ന ലോകം, മാറ്റത്തിനൊപ്പം.